السامع. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, ഇപ്പോൾ ഒരു പ്രസംഗത്തിന്റെ സന്ദർഭവും സമയവും അല്ല. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മദീനത്തുൽ ഉലൂം എഡ്യൂക്കേഷൻ സെന്റർ അതിൻ്റെ ഒരു ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ നമ്മൾ ഒന്നിച്ച് നിർവഹിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് അത് ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതിന് സ്ഥലം നൽകിയ അബ്ദുൽ നാസർ ഹാജി അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ സ്ഥലം നൽകട്ടെ. ഇതിന് ബോറ് ഒഴിച്ചു തന്ന ഇസ്മായിൽ ഹാജിക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും അല്ലാഹു സ്വർഗത്തിൽ വെള്ളം നൽകട്ടെ. അതുപോലെ ഇതിന്റെ ഒരു തുടക്കമെന്ന നിലക്ക് 26 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ 2 സഹോദരന്മാർ, അല്ലാഹു അവർക്ക് ധാരാളം ഹൈറായത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ഹൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ ഐശ്വര്യത്തോടെ, ആരോഗ്യത്തോടെ, തഖ്വയോടെ അവർക്കും നമുക്കും ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. വെറുതെ ഇരുന്നാൽ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹു തആല ധാരാളം വിഷയങ്ങൾക്ക് തൗഫീഖ് നൽകുക. അങ്ങനെ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ആളെ ശക്തിപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അധ്വാനത്തിലൂടെയും ത്യാഗത്തിലൂടെയും സഹായത്തിലൂടെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത്. ഇസ്ലാം അതിന്റെ ആവിർഭാവകാലത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ്. പക്ഷേ ആ ഉള്ള ആളുകൾ എന്തും ത്യജിക്കാനും എന്തും സഹിക്കാനും എന്തും ക്ഷമിക്കാനും സന്നദ്ധരായി പ്രവർത്തിച്ചപ്പോഴാണ് ഇസ്ലാം വികസിച്ചത്. നാട് വിട്ടവരും കുടുംബം വിട്ടവരും അങ്ങനെ എല്ലാം ആ സഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തം നാടും വീടും വിട്ട് മദീന ശരീഫിലേക്ക് ഹിജ്റ പോയി. ത്യാഗമാണ് ഇസ്ലാമിന്റെ ചരിത്രം മുഴുവനും ത്യാഗമാണ്. ആ ത്യാഗത്തിലൂടെയാണ് ഇസ്ലാം ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയവുമായി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ വന്നപ്പോൾ
അവർ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നതല്ല. അവർ ട്രെയിനിലോ കാറിലോ ഇന്നത്തതുപോലെ ആധുനിക സജ്ജീകരണങ്ങളുള്ള കപ്പലിലോ വന്നവർ അല്ല. വെറും പായക്കപ്പൽ, കാറ്റിന്റെ ഗതി കൊണ്ട് മാത്രം ചലിക്കുന്ന കപ്പൽ. ഒരു മോട്ടറും ഇല്ല, ഒരു എഞ്ചിനും ഇല്ല. അത് ഒരു ദിവസവും 2 ദിവസവുമുള്ള യാത്രയല്ല. എത്രയോ ദിവസങ്ങൾ കടലിൽ ഇന്നത്തതുപോലെ തണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള ഒരു ഉപകരണവും ഒരു ഫ്രിഡ്ജും ഒന്നും അന്ന് ഇല്ല. ചൂടുള്ളത് സൂക്ഷിക്കാനുള്ള ഫ്ലാസ്ക് ഇല്ല. ഇന്നത്തതുപോലെ ഗ്യാസിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കിലൂടെയുള്ള അടുപ്പില്ല. തീപ്പെട്ടിക്കൊള്ളി പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് വലിയ വലിയ തിരമാലകൾ അടിക്കുന്ന കടലിലേക്ക് അവരുടെ ചെറിയ കപ്പലിറക്കി. കപ്പൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബോട്ടിന്റെ അത്രയും ഉണ്ടാവില്ല. അതിൽ അവർ എത്രയോ ത്യാഗം ചെയ്ത് വെള്ളം കുടിച്ചും കുടിക്കാതെ, വെളിച്ചം കണ്ടും കാണാതെ, കര കിട്ടുമെന്ന പ്രതീക്ഷയിലും ആശങ്കയിലും ഒക്കെയായി യാത്ര ചെയ്ത് പരിശുദ്ധ ഇസ്ലാം ഈ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളിൽ വിതരണം ചെയ്തു. അവർ വളരെയേറെ മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളുമായതുകൊണ്ട്, അവരുടെ സ്വഭാവം അത്രയും നല്ലതായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് പള്ളി നിർമ്മിക്കാൻ വരെ സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ ഈ രാജ്യത്തെ അമുസ്ലിം സഹോദരന്മാർ അവരാണ് പല സ്ഥലങ്ങളിലും പള്ളിക്ക് സ്ഥലം കൊടുത്തത്. അവരാണ് സൗകര്യം ചെയ്തു കൊടുത്തത്. കാരണം ഈ വന്ന മഹാന്മാർ അത്രയും നല്ല ജനങ്ങളായിരുന്നു. അവർ കൈയുയർത്തി ദുആ ചെയ്താൽ മഴ പെയ്യും. അവർ തലയിൽ കൈവച്ചു കൊടുത്താൽ രോഗം മാറും. അവർ ഒന്ന് വെള്ളമൂതി കൊടുത്താൽ വിഷമർന്നു. അവരൊരു കാര്യം അള്ളാഹുവിനെ മുൻനിർത്തി ആകണം എന്ന് പറഞ്ഞാൽ ആകും. അങ്ങനെ അള്ളാഹുവിന്റെ മേൽ ഒരു കാര്യം അവർ അണയിട്ട് പറഞ്ഞാൽ അള്ളാഹു നിറവേറ്റി കൊടുക്കും. അങ്ങനെയുള്ള സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായിരുന്നു അവർ. അവരുടെ കാലഘട്ടമെല്ലാം കഴിഞ്ഞുപോയി. പിൽക്കാലത്ത് ഉണ്ടായ പണ്ഡിതന്മാരും ആലിമീങ്ങളും എത്രയാണ് അവർ യാത്ര ചെയ്തത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എത്രയാണ് യാത്ര ചെയ്തത്. അതും ഒട്ടകത്തിന്റെ പുറത്തും കഴുതപ്പുറത്തൊക്കെ ആയിട്ടുള്ള യാത്ര. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഗസയിലാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മം. ഇപ്പോൾ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഗസ. അവിടെ നിന്ന് മക്കയിലേക്ക് വന്നുകൊണ്ടാണ് പിന്നെ ഇൽമു പഠിക്കുന്നത്. മക്കയിൽ നിന്ന് 400-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് മദീനയിൽ പോയിട്ടാണ് പിന്നീട് അത് വികസിപ്പിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ഇറാഖിലേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ ഈജിപ്തിലേക്ക് പോവാണ്. ഇതൊക്കെ കാറിലും ബസ്സിലും എന്നുള്ള യാത്രയല്ല, വെറും മൃഗത്തിന്റെ പുറത്തും നടന്നിട്ടും. അങ്ങനെയാണ് അവർ ദീന് പഠിച്ചതും പഠിച്ച ദീന് പ്രചരിപ്പിച്ചതും. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം ഈമാനും തഖ്വയും ഏറ്റിത്തരുമാറാകട്ടെ. അവരുടെ ത്യാഗം എത്ര വലുതാണ്. ആ സമയത്ത് ദിവസേന ഒരു ഖത്മ് ഖുർആൻ ഓതി തീർക്കും. ഒരു ജുസ്അല്ല, ഒരു ഖത്മ്. റമദാനിൽ 2 ഖത്മ് ഓതി തീർക്കും. രാത്രി ഒന്ന്, പകല് വേറൊന്ന്. എന്താണ് അവരുടെ ജീവിതം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവര് ചെയ്ത സേവനത്തിന്റെ ഒരു കോടിയിലൊരംശം ജീവിതം മുഴുവനും ചെയ്താൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധ്യമല്ല. ആ മഹാന്മാര് പഠിപ്പിച്ച ദീൻ അത് ഹഖായി നിലനിൽക്കണം. അതനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളുണ്ടാകണം. ആ ദീനുൽ ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്. ആ അറിവ് കാലോചിതമായി ആവശ്യമുള്ള സൗകര്യത്തോടു കൂടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സ്ഥാപനങ്ങൾ വേണം. പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാര് വേണം. അൽഹംദുലില്ലാഹ്, ഇവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഈ ശകലേശ്പുരത്ത് നിർമ്മിക്കാൻ
സ്ഥലം കൊടുത്ത നാസിർ ഹാജി, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് എല്ലാ ഖൈറും ദുനിയാവിലും ആഖിറത്തിലും വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. ഇതിന് സഹായിച്ചവർ, സഹായിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങളൊന്നും ലോകമാന്യത്തിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാക്കാതെ നിന്റെ അടുക്കൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാനും അവിടുത്തെ കയ്യിൽ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുമുള്ള ഭാഗ്യം ലഭിക്കുന്ന അമലഹൈകളുടെ എല്ലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും, ഞങ്ങളെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും പ്രഭാഷണങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടെ ഇന്ന് ഈ തറക്കല്ലിടൽ പരിപാടിയിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഇത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിൽ പങ്കെടുക്കാനും പിന്നെയും പല പ്രാവശ്യവും ഇവിടെ മുതഅല്ലിമീങ്ങൾ ഓതിപ്പടിക്കുന്നത് കണ്ട് മനസ്സിലാക്കാനും സന്തോഷിക്കാനും ഞങ്ങൾക്കും ഇതിന് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നല്ല സഹായം എല്ലാവരും ചെയ്യണം. എന്റെ പ്രസംഗം ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടാകാം, ഇവിടെ സദസ്സിലുള്ളവരുണ്ടാകാം. സ്വന്തത്തിൽ ചെയ്യാൻ കഴിയുന്നത് സ്വന്തം ചെയ്യണം. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യിപ്പിക്കണം. അങ്ങനെ ആ ചിത്രത്തിൽ കാണുന്ന ബിൽഡിംഗ് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെല്ലാവരും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി, സ്വർഗത്തിൽ അള്ളാഹു എനിക്കതിന് പകരം ബിൽഡിംഗ് തരുമെന്ന് കരുതി, സ്ഥലം തരുമെന്ന് കരുതി, നല്ല ഇഖ്ലാസോടുകൂടെ എല്ലാവരും സഹായിക്കണം എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളെ ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, അതിന് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്.